പരിശുദ്ധാത്മാ അഭിഷേകം നിറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. അഭിഷേകത്തിന്റെ കൃപയിറങ്ങുന്ന ഇടമാണ് ഒരമ്മയുടെ ഉദരം. ഒരു വൈവാഹിക കൂദാശയിലൂടെ ഒരു ഭാര്യ ഭർത്തൃബന്ധം ശാരീരികമായും ആത്മീയമായും യോജിക്കപ്പെടുമ്പോൾ അവരിലേക്ക് ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവാണ്. ശരീരത്തിന്റെ യോജിപ്പിനെ കുറിക്കുന്നതല്ല ആത്മാവ്. അവരുടെ ഹൃദയത്തെയും അവരുടെ ജീവിതത്തെയും ഒന്നിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വിവാഹത്തെ ഒരാണും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തൻ്റെ വികാരങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരിടമല്ല കുടുംബം. വികാരങ്ങളെ ഒരുമിപ്പിക്കുന്ന ഇടമല്ല കുടുംബം. ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിക്കുന്ന ഇടമല്ല കുടുംബം. അവിടെ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് വിവാഹ കൂദാശ അനുഭവം സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി വിവാഹ കൂദാശ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആ കുടുംബത്തിലേക്ക് അഭിഷേകം ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും ശാരീരികതയുടെ വൈകാരികതയുടെ ഉൽപ്പന്നങ്ങളല്ല കുഞ്ഞുങ്ങൾ. വൈകാരികതയുടെയോ ശാരീരിക അഭിലാഷത്തിൻ്റെയോ ജഡത്തിന്റെ അഭിലാഷത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളല്ല കുഞ്ഞുങ്ങൾ. ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്ന ഇടങ്ങളാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് ശരീരത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് അത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവ് വസിക്കുന്ന ഇടമാണ് ഏത്? ഈ ശരീരം. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവ് വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ടാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞിൽ എന്ത് നിറയുന്നത്? പരിശുദ്ധാത്മാവ് നിറയുന്നത്. ഇത് ശാരീരിക അഭിലാഷങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതല്ല. ദൈവിക ചൈതന്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരു അമ്മയും അപ്പനും ഒരു വിവാഹ കൂദാശ സ്വീകരിച്ചവർ ഒരുങ്ങുമ്പോൾ അവരിലേക്ക് ലഭിക്കുന്ന അഭിഷേകമാണ് ആ കുഞ്ഞിലേക്ക് നിറയുന്നത്. കുഞ്ഞിന് മാത്രമായിട്ട് നൽകുന്നതല്ല. അപ്പനും അമ്മയും ആ പരിശുദ്ധാത്മാ അഭിഷേകം നിറയുമ്പോഴാണ് ആർക്കത് ലഭിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിവാഹത്തിൽ ഒരുമിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയിലും എന്തുണ്ടാകണം? ആത്മാഭിഷേകം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ അഭിഷേകം ആരും നിറയുകയുള്ളൂ. കുഞ്ഞിൽ അപ്പൻ്റെ സ്വഭാവങ്ങൾ ഒരു കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നോ DNA-യിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നോ നമ്മൾ ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഓർമ്മിക്കുക, ഒന്നാമതായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പനിലും അമ്മയിലുമുള്ള പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ ബീഡി വലിക്കാൻ പഠിക്കുന്നത് കോളേജിലോ സ്കൂളിലോ വെച്ചല്ല. ആരാണ് അവനെ ആദ്യം ബീഡി വലി പഠിപ്പിക്കുന്നത്? ബീഡി വലിക്കുന്ന അപ്പൻ. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സ്കൂളിലോ കോളേജിലോ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലോ അല്ല. ആരാണ് അവനെ മദ്യപിക്കാൻ ആദ്യം പഠിപ്പിച്ചത്? മദ്യപിക്കുന്ന അപ്പൻ. കലഹിക്കാനും വഴക്കുണ്ടാക്കാനും അവനെ ആദ്യം പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? കലഹിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കുകളും അവൻ പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് കുടുംബമാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ വിശ്വാസ പരിശീലന കളരി. കുടുംബമാണ് ഒരു കുഞ്ഞിന്റെ ദൈവ ആത്മാ അഭിഷേകം നൽകുന്ന ഇടം. കുടുംബമാണ് ഒരു കുഞ്ഞിനെ കൃപയിൽ വളർത്തുന്ന ഇടം. ഒരപ്പനും അമ്മയ്ക്കും അവന്റെ ഭൂമിയിൽ ജന്മം നൽകിയതിന് ശേഷമല്ല, ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അവനെ ആത്മാഭിഷേകത്താൽ ആ കുഞ്ഞിനെ ആത്മാഭിഷേകത്താൽ നിറയ്ക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് ആകുലതകൾ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. വീട്ടിൽ നിന്നും പോകുന്ന ഒരു കുഞ്ഞ് ഇതുപോലെ തിരിച്ചു വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. വീട്ടിൽ നിന്ന് രാവിലെ പോയൊരു മകൻ, അവന് വേണ്ടി ഒഴുക്കുന്ന കണ്ണീര് മുഴുവൻ ഇങ്ങനെയാണ്. അവൻ ഈ തെറ്റായ ഇടങ്ങളിൽ, തിന്മയുടെ ഇടങ്ങളിൽ ചെന്ന് ചേരരുത്. കാരണം അത്രയേറെ തിന്മയുടെ ശക്തികൾ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആകുലതകൾ ആരെക്കുറിച്ചാണ്? ഈ കാലത്ത് ആരെക്കുറിച്ചാണ്? മക്കളെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയും ഉറക്കം നഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഒരു അപ്പനും അമ്മയും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് മണിക്കൂറുകൾ? ആർക്ക് വേണ്ടി? മക്കൾ ഒന്ന് ഉറക്കെ പറയാം. ആർക്ക് വേണ്ടി? മക്കളാരും പറയുന്നില്ല. ആർക്ക് വേണ്ടി? ഇവരൊക്കെ അപ്പന്മാരാണോ എല്ലാവരും? അല്ല. യുവജനങ്ങൾ ആർക്ക് വേണ്ടി?
മക്കൾക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു LKG പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച്, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു 10ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്, 8ൽ പഠിക്കുമ്പോഴേ കെട്ടാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക്. അപ്പോഴാണ് അവരുടെ കല്യാണം എപ്പോഴാണെന്ന് പറയുന്നത്, 8ൽ പഠിക്കുമ്പോഴേ കെട്ടാൻ നിൽക്കുകയാണ്. 8ൽ പഠിക്കുമ്പോഴേ എല്ലാം ഉറപ്പിച്ചു, പ്ലാൻഡ്. ഇനി അപ്പനും അമ്മയും ആശീർവദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ +1 ആകുമ്പോൾ ഏകദേശം സെറ്റായി. പ്ലാൻഡ്. എന്താണ് അവരിതിൽ നിന്ന് ലക്ഷ്യം? വിവാഹം എന്തിനാ സ്വീകരിക്കുന്നത്? കെട്ടുന്നത് എന്തിനാണ്? ആർക്ക് പറഞ്ഞുകൂടാ. നമ്മളിങ്ങനെയൊക്കെ 26 വയസ്സായിട്ട് കല്യാണം കഴിച്ചവർക്കും 40 വയസ്സാർക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തിനാണ് കല്യാണം കഴിച്ചത്. എന്തിനാണ് നമുക്കറിയത്തില്ല. പക്ഷെ അത് അറിയാമായിരുന്നെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു അപ്പനായിട്ട് അയാൾ മാറുകയില്ലായിരുന്നു. എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന്, എന്തിനാണ് വിവാഹ കൂദാശ സ്വീകരിച്ചെന്ന് ഒരു അമ്മയ്ക്കറിയാമെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു അമ്മയായി മാറുകയില്ലായിരുന്നു. അറിയില്ല. ഇപ്പോഴും 50ാം വയസ്സിലും നിന്നെ കെട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശാപമെന്ന് ഒരാൾ പറയുന്നെങ്കിൽ അയാൾ ഇന്നുവരെ വിവാഹ കൂദാശയുടെ എന്താണ് അതിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 45ാം വയസ്സിലും ഇയാൾ എൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തമെന്നൊരു ഭാര്യ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നുവരെ അവൾ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്.